ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അമ്മയുടെ ബ്ലോഗ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയോ പറയുന്നല്ലേ ഗൈസാദി. ഞങ്ങൾ രാവിലെ തന്നെ ഒരു പണിയില്ലാട്ടോ. എന്താ അറിയോ ഇന്നത്തെ പണി? ആദിവിന് ടീച്ചർ ഇന്നലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് ഇന്നലെ ഇന്നൊക്കെ ഇനി ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ അവർക്ക്. അപ്പോൾ അവർക്ക് വായിക്കാൻ പഠിപ്പിക്കുകയാണ്. മലയാള അക്ഷരങ്ങളൊക്കെ ഒരുവിധമൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കണം. സ്വരാക്ഷരങ്ങൾ, പിന്നെ റാ താ പ അങ്ങനത്തെ ഉള്ള ആദ്യം പഠിപ്പിക്കുന്ന അക്ഷരങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഇവർ പഠിക്കൽ കഴിഞ്ഞിരിക്കണം. ഇനി അതെല്ലാം ചേർത്ത് കൂട്ടി വായിക്കുന്ന പരിപാടികളാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിപ്പിക്കുകയും അത് വായിപ്പിക്കുകയൊക്കെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയപ്പോൾ കുട്ടികൾ ഇങ്ങനെ ലൈവായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് കേൾക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ഇങ്ങനെ ആദ്യമായിട്ട് ഇപ്പോൾ റാ റാ റം റീ ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ കുട്ടികൾക്ക് ആദ്യമായിട്ട് അവർ വായിക്കല്ലേ. നമ്മൾക്ക് റീ എന്ന് വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ റീ നീ ഇതൊക്കെ വായിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ കുട്ടികൾ ഇത് ആദ്യമായിട്ട് വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആദിനോട് റീ അല്ലെങ്കിൽ രീ നീ എന്നൊക്കെ വായിക്കാൻ പറഞ്ഞാൽ ആദി റാ വള്ളി രാ വള്ളി അങ്ങനെയാട്ടോ വായിക്കുക. അപ്പോൾ ഇന്നലെ അരി എന്നുള്ളൊരു വാക്ക് ഇവർക്ക് വായിക്കാൻ കിട്ടും. അപ്പോൾ അരി എന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആദ്യം പറയാം ആ രാ വള്ളി അരവള്ളി. അപ്പോൾ ഞാൻ കുറേ ചിരിച്ചു കിട്ടാം. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സുകൾ, നമുക്ക് ചിരി തരുന്ന കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സുകളുണ്ട് ഇവരുടെ പഠിപ്പിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പം ടീച്ചേഴ്സ് എത്ര ക്ഷമയോടെയാണ് ഇവരെ പഠിപ്പിക്കണതെന്ന് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്ര അല്ല, അവരെ ക്ലാസ്സിൽ എന്തോരം ക്ഷമ വേണ്ടി വരും. നമുക്ക് ഒരാളെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയില്ലേ. അപ്പോൾ ടീച്ചേഴ്സിന് വലിയ, ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് വൻ സംഭവങ്ങൾ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ചാർട്ട് പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ എന്താ പറയുക, ഇപ്പോൾ റാ റാ റം റീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ എല്ലാ അക്ഷരങ്ങളുടെയും ഇത്രയും 4 ഫോംസുകൾ എന്താ പറയുക എഴുതി ഇവർക്ക് കൊടുത്ത് അത് ചുമരിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏർലി മോർണിംഗിന് തന്നെ ചാർട്ട് പേപ്പർ പ്രിപ്പറേഷനാണ്. കാരണം നമ്മൾ കുട്ടികളുടെ ടീച്ചേഴ്സ് നമ്മളോട് വിളിച്ചറിയുമ്പോൾ അവർ നമ്മളെ ടീച്ചേഴ്സിനെ പോലെ നമുക്ക് തോന്നുക, നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് 10 മണിക്കാണ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കും ഒരു ഹോംവർക്ക് കിട്ടിയ പോലെ നമ്മളത് ചെയ്ത് തീർത്തില്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ആദ്യക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേഗം ആ ചാർട്ട് പേപ്പർ പ്രിപ്പറേഷൻ ചെയ്ത് റെഡിയാവാൻ പോവുകയാണ്. കാരണം ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളിത് കാണിച്ചു കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ അപ്പോൾ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും നമ്മൾക്കും നമ്മുടെ ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടുന്ന പോലെ തോന്നും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. നമ്മളൊന്നും ഇങ്ങനെ ചാർട്ട് പേപ്പറൊന്നും ഈ ഒരു ഏജിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളുടെ ഒരു പഠന സിസ്റ്റം ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവരിപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ്. അതെല്ലാവരും അമ്മമാരെല്ലാവരും കുട്ടികൾക്ക് ചാർട്ട് പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അവരെ കൂടെ കളിക്കണം, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കൊക്കെ അവർക്ക് 2 അടിയും കൊടുക്കണം. വേണ്ടേ അതി? അധികം അടി കിട്ടാത്തതിൻ്റെ കുറവ് നല്ല ഉണ്ട് കേട്ടോ. ഇല്ല തോന്നുന്നതല്ലേ. ഓക്കെ. റാ റാ റം റീ രാ രാ രം രീ. അതേപോലെ ന വ പ മ ല ണ. ഇത്രയും 8 വേർഡ്സുകളാണ് ഇവർ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഓരോ